രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് കണ്ട് കുരുപൊട്ടി എം.എ. ഷഹനാസ്, വ്യാജ IAS എം.എ. ഷഹനാസ്. ഇപ്പോൾ വീണ്ടും എം.എ. ഷഹനാസ് ഫേസ്ബുക്കിലൂടെ പോസ്റ്റുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയും വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടൊക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കരഞ്ഞ് തളർന്ന് വീണ്ടും അസൂയമൂത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ പോസ്റ്റുകളൊക്കെ ഞാൻ വായിക്കാം. അപ്പോൾ അതിന് മുമ്പ് രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരണം, പാലക്കാടിലേക്ക് തിരിച്ചു വന്ന് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം, രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകളെല്ലാം ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പം ഷഹനാസ് രാഹുലിൻ്റെ തിരിച്ചുവരവ് കണ്ടിട്ട്, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവും ഗണേഷ് കുമാറിന് തിരിച്ചു കൊടുത്ത അതേ കോയിലിൽ ഡബിൾ മടങ്ങ് രീതിയിൽ രാഹുൽ മാങ്കൂട്ടം തിരിച്ചു കൊടുത്തതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് കണ്ടിട്ട് 100 വീടിൽ 1ാമത്തെ വീടിൻ്റെ പണി പൂർത്തിയായി, താക്കോൽ ദാനം കൈമാറുന്നതെല്ലാം നമ്മൾ കണ്ടതാണ്. ഫോട്ടോസും വീഡിയോസും എല്ലാം കണ്ടതാണ്, വാർത്തകളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുരുപൊട്ടി ഇനിയും രാഹുൽ തിരിച്ചു വരുമോ, പാലക്കാടിലെ ജനങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുമോ, ജയിപ്പിക്കുമോ എന്നൊക്കെ ആദ്യം കയറിയിട്ടുണ്ടല്ലോ ഷഹനാസ്. അങ്ങോട്ട് ഫേസ്ബുക്കിനോട്ട് കുറച്ച് ദിവസം ഇല്ലായിരുന്നു. കുറച്ച് ദിവസം ഈ ഷഹനാസ് വിചാരിച്ചെന്താണെന്നറിയോ, രാഹുൽ മാങ്കൂട്ടം ഇനി വരത്തില്ല, രാഹുൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് വരത്തില്ല എന്നുള്ളൊരു ചിന്തയായിപ്പോയി. പക്ഷേ നോക്കിക്കോ, രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരും, ശക്തനായിട്ട് ഇരട്ടി ശക്തിയോടെ തന്നെ തിരിച്ചു വരും. പാലക്കാടിൻ്റെ മണ്ണിൽ തന്നെ MLA ആയിട്ട് തുടർച്ചയും. നിങ്ങൾ നോക്കിക്കോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വരെ രാഹുൽ മാങ്കൂട്ടം നേടിയെടുക്കും. അത്രയും കേപ്പബിളായിട്ടുള്ള മനുഷ്യനാണ്. ഈ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ പറഞ്ഞാലും പുലി തന്നെയാണ്, അതിനകത്ത് യാതൊരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഷഹനാസിന് കരഞ്ഞ് തളർന്ന് ഷഹനാസ് ഫേസ്ബുക്കിലിട്ട ആ ഒരു ഷഹനാസിൻ്റെ രോദനം, ഷഹനാസ് ഇപ്പോൾ കുഞ്ഞമ്മയെ പറ്റിയിട്ടും കുഞ്ഞമ്മയ്ക്കെതിരെയും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെയും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെയാണ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കുഞ്ഞമ്മയ്ക്കെതിരെ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിച്ചു. കാരണം ഷഹനാസിന് ഇല്ലാത്തൊരു സാധനം കുഞ്ഞമ്മയ്ക്കുണ്ട്. ഏതാണെന്നറിയോ? നട്ടല്. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നട്ടലുള്ളൊരു വനിതയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. ഷഹനാസിൽ ഇല്ലാത്തൊരു സാധനം കുഞ്ഞമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് കുഞ്ഞമ്മയ്ക്കെതിരെ ആഞ്ഞടിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രതീക്ഷിച്ച് വേണം, തിരിച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വേണം അങ്ങോട്ട് ആഞ്ഞടിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഷഹനാസ് പങ്കുവെച്ച ആ ഒരു പുതിയൊരു പോസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. ഒരു രാഷ്ട്രീയ മാലിന്യത്തിനെ വെളുപ്പിക്കാനായി കരാറെടുത്ത് അതിൻ്റെ പിന്നിലെ കാരണങ്ങൾ പിന്നീട് എഴുതാം. കുൽസിതാമയെ കുറിച്ചാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഷ്ട്രീയ മാലിന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഇവിടെ രാഷ്ട്രീയ മാലിന്യം എന്ന് പറയുന്നത്. ആ മാലിന്യത്തെ വെളുപ്പിക്കാനെ കൊണ്ട് കരാറെടുത്തതാണ്. കുൽസിതാമയെ കുറിച്ചാണ്, കുഞ്ഞമ്മയെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നാണ് ഇവിടെ ഒറിജിനൽ അല്ലാത്ത IAS ഇവിടെ എഴുതി വെക്കുന്നത്. കുൽസിതാമ എന്നാണ് ഇവിടെ കുഞ്ഞമ്മയെക്കുറിച്ച് പരാമർശിക്കുന്നത്. ഏറ്റവും വലിയ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ അഴുക്ക് മാലിന്യം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരം തെറ്റാതെ വിളിക്കാം, അത് ഷഹനാസ് തന്നെയാണ്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടമല്ല. നിങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ അഴുക്ക്. മറ്റല്ല ശാന്തിയുള്ള ദിനേശൻ പറയുമല്ലോ, തന്തേക്കാലും അഴുക്ക്, തന്തേക്കാലും മോശം എന്ന് പറയുമല്ലോ, അതേ അവസ്ഥയാണ് നിങ്ങളുടെ അവസ്ഥ. ഈ ഒരു പ്രസ്ഥാനത്തിൽ കയറി ഇരുന്നിട്ട് ആ പ്രസ്ഥാനത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ അഴുക്ക് നിങ്ങളാണ്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അഴുക്ക് മാലിന്യത്തിൽ നിന്ന് വിളിക്കുന്നത്. ഓക്കെ, തെക്കൻ ജില്ലക്കാരിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊല്ലം ജില്ലക്കാരിയാണെന്നുള്ളൊരു ഇതാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. തെക്കൻ ജില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷനും ഹൊററും മസാലയും ഒക്കെ വരുന്ന ജീവിതമാണ്. കുറേ എഴുതാനുള്ളത് കൊണ്ട് ആ മുഖം ഒന്നിച്ച് പറയുന്നില്ല. കുഞ്ഞമ്മയെ പറ്റിയായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലിനെ വെളുപ്പിക്കാൻ നടക്കുന്ന ശ്രീനാദേവി കുഞ്ഞമ്മയാണെന്നാണ്. ഇപ്പോൾ ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മറുപടി, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ രാഹുലിനെ പിന്തുണയ്ക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതൊന്നും ഇവർ കാണുന്നില്ല. അപ്പോൾ അതൊക്കെ PR ആണല്ലോ. ഇവരൊക്കെ പറഞ്ഞു വരുത്തുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ലൈക്ക് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നതല്ല, അത് PR വർക്കിലൂടെയാണ് അത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന്. കാരണം ഇവരെ ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ മുമ്പിൽ ആ പവർ കാണിച്ചു കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ PRകളല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണെന്ന് അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ വീഡിയോയും ലൈക്ക് ചെയ്യാൻ പറയുന്നത്. അപ്പം തൻ്റെ കണ്ണിലെ വലിയ കോലെടുക്കാതെ മറ്റുള്ള പെണ്ണുങ്ങളെ കണ്ണിലെ കരട്
കരടൊക്കെ എടുത്ത് കുറച്ച് ഫാൻസിനെയൊക്കെ സംഘടിപ്പിച്ച് ഒന്ന് സുഖം പിടിച്ച് വരുമായിരുന്നു നമ്മുടെ കുൽസിതാമ. ആദ്യം ഇത് മറ്റുള്ള സ്വന്തം കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കോലെടുക്കാൻ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഷഹനാസ് കുഞ്ഞമ്മയെ പറ്റിയിട്ടാണല്ലോ പറയുന്നത്. എന്നാൽ അത് അവിടെയാണ് തെറ്റ് സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഷഹനാസാണ് ഈ ഒരു സംഭവം ഫോളോ ചെയ്യേണ്ടത്. ഷഹനാസിൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് വേണം മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുക്കാനെ കൊണ്ട് നടക്കാൻ. എന്തുകൊണ്ട് ഇത്രയും ചോദ്യങ്ങൾ നിയാസ് മലബാറി എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ ഐഡിയിലൂടെ നിങ്ങൾക്കെതിരെ ഒരുപാട് ചോദ്യങ്ങൾ പുള്ളി ചോദിച്ചു. അതിന് ഒരു ഉത്തരം പോലും നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒരു ഉത്തരം പോലും പറഞ്ഞിട്ടില്ല അല്ലേ? അതിനൊന്നും ഉത്തരം പറയാതെ മറ്റുള്ളവരെ കണ്ണിലെ കോല് തപ്പി കിടക്കുന്ന ടീമാണ് ഈ പറഞ്ഞിട്ടുള്ള ഫേക്ക് IAS-കാരി. ഒരു തെക്കൻ ജില്ലയിലെ ജനപ്രതിനിധിയാണ് ഇവർ. അത് ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് പുള്ളിക്കാരി ജനപ്രതിനിധിയായത്. അല്ലാതെ ഇതുപോലെ സീറ്റിന് വേണ്ടിയിട്ട് മറുകൊണ്ടം ചാടി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കുതുകാൽ വെട്ടൽ പരിപാടി എന്ന സ്വന്തം പ്രസ്ഥാനത്തിലുള്ള ആളുകളെ ഒറ്റിക്കൊടുപ്പ് ഈ പരിപാടിയൊന്നും ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ എവിടെയും ചെയ്തിട്ടില്ല. ഒരു തെക്കൻ ജില്ലയിലെ പ്രതിനിധിയാണ് ഇവർ. എന്നാൽ ഇവർ ഒരു ജില്ലക്കാരി അല്ലെന്നും വ്യാജമായി ഈ ജില്ലയിലെ വോട്ട് ചോർത്താണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും അന്നേ ആക്ഷേപമുണ്ട്. കൂടാതെ നിയമ നടപടികളും നേരിടുന്നുണ്ട്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ തെളിവ് കാണിക്കണം. അതാണ് വേണ്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? ചുമ്മാ എഴുതി അങ്ങോട്ട് കുറിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. തെളിവ് കാണിക്കണം. ശ്രീനാദേവി കുഞ്ഞമ്മ ജയിച്ചു വന്നത് ഈ പറഞ്ഞിട്ടുള്ള കള്ള വോട്ട് ചെയ്തിട്ടാണെന്ന് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ അത് കാണിക്കണം. അതാണ് വേണ്ടുന്നത്. നെറ്റിപ്പട്ടം പോലെ കൊണ്ടു നടക്കുന്ന മെമ്പർ സ്ഥാനം അധികം താമസിയാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിച്ചു വാങ്ങും. അത് ആ സമയത്ത് നമുക്ക് കാണാം. കാരണം എന്താണെന്നല്ലേ, ശങ്കരനൊത്ത ചക്കി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കാട്ടത്തിനൊത്ത കുഞ്ഞമ്മ തന്നെ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അത് തന്നെ കാരണം. ആൾ ഫുൾ വ്യാജമാണ്. വ്യാജൻ ആരാണെന്ന് നമ്മളിവിടെ മലയാളികളെല്ലാം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. അതിനുള്ള തെളിവുകൾ കാണിക്കും. ഇവിടെ വ്യാജ സർട്ടിഫിക്കറ്റ്, ഇവിടെ വ്യാജ ID കാർഡ്, ഇവിടെ വ്യാജ IAS, എന്തിന് ഒലിവ് പബ്ലിക്കേഷൻ്റെ പുറവിൽ നടത്തിയ ആ തിരിമറി. ഒരു പാവപ്പെട്ട ഒരു എഴുത്തുകാരൻ്റെ പുസ്തകങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് കൊള്ള വിലയ്ക്ക് വിറ്റിട്ട് അതിനകത്ത് ഒരു കാലിച്ചായ പോലും മേടിച്ച് കൊടുക്കാതെ ഇത്രയും ഉടായ്പ കാണിച്ച വ്യാജൻ ആരാണെന്ന് ഞാനത് ആലോചിക്കുന്നതല്ല. ഇവരെ ഇനിയും ഈ ഒരു പ്രസ്ഥാനം എന്തിനാണ് ഈ ഒരു പ്രസ്ഥാനം ചുമക്കുന്നതെന്നാണ്. ഇവരെയൊക്കെ എടുത്ത് വെളിയിൽ കളയണ്ടേ? ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ആരാണ് ഇവർക്ക് ഇത്രയും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത്? അഡ്രസ്സ് പോലും വ്യാജമായിട്ടുള്ള ഒരുത്തിയാണ് നാട്ടുകാർക്ക് ക്ലാസ് എടുക്കാൻ നടക്കുന്നത്. സ്വയമേ അങ്ങ് പറയുന്നതായിരിക്കും നല്ലത് കേട്ടോ ഷഹനാസെ. വിശദമായിട്ട് പറഞ്ഞാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയക്കാരും ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത ഫോർജറി നടത്തിയാണ് ഇവർ സ്വന്തമായി ഒരു അഡ്രസ്സ് പോലും ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ ഒരു അഡ്രസ്സ് ഇല്ലാത്ത ആളാണ് വല്ലവൻ്റെയും പോസ്റ്റ് ഷെയർ ചെയ്ത് നടന്നിരുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. നാട്ടിൽ താമസമില്ലാത്ത ഒരു വയോധികയായ സ്ത്രീയുടെ ബന്ധുവാണെന്ന് കള്ള സത്യവാങ്മൂലം എഴുതി കൊടുത്ത് അവർ പോലും അറിയാതെ അവരുടെ പേരിലുള്ള റേഷൻ കാർഡ് സ്വന്തമാക്കി അത് കാണിച്ച് വോട്ടർ പട്ടികയിൽ പേരും ചേർത്താണ് മറ്റൊരു ജില്ലയിൽ നിന്ന് വന്നിട്ടവർ മെമ്പറായത്. ശ്രീനാദേവി കുഞ്ഞമ്മയെ പറ്റിയിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുള്ള എൻ്റെ 7 അയലത്ത് പോലും ഇത് വരത്തില്ല. നിങ്ങളെന്താണ് വ്യാജ IAS-കാരിയാണെന്ന് പറഞ്ഞിട്ട് സ്കൂൾ മാനേജ്മെൻറ്റിന്, കോളേജ് മാനേജ്മെൻറ്റിനെ തെറ്റിദ്ധരിപ്പിച്ച് അവരെ കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം നടത്തി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയുന്നത് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള IAS-ൻ്റെ പടി പോലും IAS ക്ലാസിൻ്റെ പടി പോലും ചവിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ളതിനേക്കാളും എന്ത് ഈ ക്രിമിനൽ കുറ്റമാണ് ഇവിടെ ശ്രീനാദേവി കുഞ്ഞമ്മ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്തായാലും നിങ്ങൾ ചെയ്തിട്ടുള്ളതിൻ്റെ 7 അയലത്ത് എന്തായാലും വരത്തില്ല. അത് വേറെ കാര്യം. അപ്പോൾ അതാണ് ഞാനും പറയുന്നത്. സ്വന്തം കണ്ണിലെ കോല് എടുത്ത് മാറ്റിയിട്ട് വേണം മറ്റുള്ളവൻ്റെ കണ്ണിലെ കോല് തപ്പി നടക്കാൻ. ഇതിനൊന്നും ഇവർ ഒരു ആൻസർ പോലും ഇതുവരെ പബ്ലിക്കിൽ വന്ന് പറഞ്ഞിട്ടുമില്ല. ഇവരുടെ പേരിൽ എന്തൊക്കെ ഈ പറഞ്ഞിട്ടുള്ള നമ്മൾ റീസെൻ്റായിട്ട് എന്തൊക്കെ ആരോപണങ്ങളെന്ന് വെച്ചാൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. അതിനെതിരെ ഒന്നും പ്രതികരിക്കാതെ അതിനെതിരെ ഒരു മറുപടി പോലും പറയാതെ മറ്റുള്ളവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നടക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാണ് ഇവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇവിടെ വന്ന് വെർബൽ ഡയോറിയ നടത്താതെ എനിക്കെതിരെ 3-4 പോസ്റ്റിട്ട നായിക എന്ന വിഷയത്തിൽ മറുപടി പറഞ്ഞു എൻ്റെ നാവടപ്പിക്കണമെന്ന് ഫാൻസ് ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ. വ്യാജ അഡ്രസ്സും പേര് നടക്കുന്ന ദ കംപ്ലീറ്റ് വ്യാജത്തിയാണോ ഇത്രയും നാൾ ഈ വളവളാന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നാൽ ഞാൻ
ചോദിച്ചു എന്ന് കൂടി പറഞ്ഞേക്ക്. തുടരും. എന്നെ വിളിക്കുന്ന ഓരോ തെറിയും അമ്മായിക്ക് സമർപ്പിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഹനാസിനെ വിളിക്കുന്ന ഓരോ തെറിയും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടാണ് ആ ഒരു പോസ്റ്റ് ഇവർ അവസാനിപ്പിക്കുന്നത്. എന്നിട്ട് ഇവർ പുതിയൊരു പോസ്റ്റും കൂടെ ഇട്ടിട്ടുണ്ട്. മറ്റേ ആ വ്യാജ റേഷൻ കാർഡ് അതിൻ്റെയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാറുണ്ട്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുണ്ടല്ലേ വാട്സാപ്പ് ചാറ്റുകളൊക്കെ, ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും ഇന്നത്തെ കാലത്ത് എന്ത് വേണമെങ്കിലും തയ്യാറാക്കാം. നിങ്ങൾ തെളിവ് കൊണ്ടുപോവാ. ഇതൊക്കെയാണ് ഒരു തെളിവ്. ഓക്കെ, അതിനകത്ത് ഇവർ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് എന്ന് വെച്ചാൽ പെർവെറ്റ് ഫാൻസിൻ്റെ നിലപാടിൻ്റെ രാജകുമാരിക്കെതിരെ ഒരു കുടുംബം നൽകിയ പരാതിയാണിത്. വ്യാജമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാനായി വ്യാജമായി റേഷൻ കാർഡ് ഉണ്ടാക്കിയെടുക്കുക, എന്നിട്ട് അത് അടിസ്ഥാനപ്പെടുത്തി മറ്റൊരു ജില്ലയിൽ നിന്ന് വന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുക. ഇത്രയും വലിയൊരു ക്രൈം ചെയ്ത മറ്റൊരു ജില്ലയിലുള്ള ഒരാൾക്ക് വേറൊരു ജില്ലയിൽ മത്സരിക്കാൻ പറ്റത്തില്ലേ? അങ്ങനെ വല്ല നിയമം ഇന്ത്യയിൽ വല്ല നിയമം വല്ലതും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഒരു ആർട്ടിക്കിൾ എടുത്ത് ഒന്ന് കാണിച്ചത് ഒന്ന് വായിക്ക്, നമ്മളൊന്ന് അറിയട്ടെ. ഇത്രയും വലിയൊരു ക്രൈം ചെയ്ത വ്യക്തിയെ പൊതുപ്രവർത്തക എന്ന പേരിൽ കൊണ്ടിരുത്തി പെർവർട്ടിനെ വെള്ളപൂശാൻ അവസരം ഒരുക്കി കൊടുത്ത മനോരമ ന്യൂസും നിഷ പുരുഷോത്തമനും ഇത് കൂടിയൊന്ന് വായിക്കണം. അടുത്ത മനോരമ ന്യൂസിൻ്റെ നെഞ്ചത്തോട്ട് കയറിക്കും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ 24 ന്യൂസിലൂടെ അത് ജനങ്ങൾ കേട്ടപ്പോഴത്തേക്ക് പിന്നെ ആഷ്മയുടെ നെഞ്ചത്തേക്കും 24ൻ്റെ നെഞ്ചത്തേക്ക് വരുന്ന കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്തത് മനോരമ ന്യൂസിൻ്റെ നെഞ്ചത്തേക്ക് കയറിക്കോ. ഇതുകൂടി ഒന്ന് വാർത്തയാക്കണം. ഒപ്പം മറ്റു മാധ്യമങ്ങളും. നിങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് മാധ്യമങ്ങളെ വിളിക്കാമല്ലോ. വിളിച്ചിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കും. സാധാരണ നിങ്ങൾ അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. സ്വന്തം പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും പാർട്ടിയിൽ പറയാതെ മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയിട്ട് വലിയ വായ്ത്താളം അടിക്കുന്ന രീതിയാണല്ലോ നിങ്ങൾക്ക് എന്താ ചെയ്തു കഴിഞ്ഞാൽ? ഓക്കെ, അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം കൂടെ ഞാൻ വായിക്കാം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഞങ്ങളുടെ റേഷൻ കാർഡിൽ കൃത്രിമമായി പേര് ചേർത്ത് കൊല്ലം ജില്ലയിൽ പേരും വഴി പഞ്ചായത്തിൽ കമ്പലടി മുറിയിൽ അയണിവേലിയിൽ വീട്ടിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ ജി എന്നയാൾ ഏറത്ത് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 2ാം ഭാഗം വോട്ടർ പട്ടികയിൽ ക്രമ നമ്പർ 237 വോട്ട് ചേർത്തിട്ടുള്ളതായി അറിയാൻ കഴിഞ്ഞു. റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ള കാർഡ് ഉടമയുടെ ഭർത്തൃ സഹോദരിയുടെ മകൾ എന്ന നിലയിലാണെന്ന് കാണുന്നു. എന്നാൽ എൻ്റെ അമ്മയ്ക്ക് അപ്രകാരം ഒരു ഭർത്തൃ സഹോദരിയോ മകളോ ഇല്ലാത്തതാണ്. ടിയാൽ കഴിഞ്ഞ ദിവസം പോലും ഈ വീട്ടിൽ താമസിച്ചിട്ടുമില്ല. ഇപ്രകാരം കളവായും കൃത്രിമമായും വ്യാജമായും ഞങ്ങളുടെ റേഷൻ കാർഡിൽ പേര് ചേർത്തിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മ എന്നയാളുടെ പേരിൽ കാർഡിൽ നിന്നും കുറവ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ശ്രീജിത്ത് എസ് പിള്ള സൈൻ ചെയ്തിട്ടുണ്ട്. ശ്യാംജിത്ത് എസ് പിള്ള സൈൻ ചെയ്തിട്ടുണ്ട്. സർജിത്ത് സോമരാജൻ പിള്ള സൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ മുൻപാകെ ബോധിപ്പിക്കുന്ന പരാതിക്കാർ ശ്രീജിത്ത് എസ് പിള്ള. അപ്പോൾ ഇതൊക്കെ ആരാണെന്ന് കൂടി ഒന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഷഹനാസിൻ്റെ ഇടപാടാണല്ലോ. രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്ന് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിരുന്ന ആരൊക്കെയാണെന്ന്. അതൊക്കെ ബെസ്റ്റ് ടീമുകളാണ്. പിന്നെയാണല്ലോ ഇതൊക്കെ വെളിയിൽ വന്നത്. ഓക്കെ, ശ്രീജിത്ത് എസ് പിള്ള, കൊല്ലശ്ശേരി വീട്, തുവയൂർ വടക്കേറത്ത് പഞ്ചായത്ത്, അടൂർ താലൂക്ക്, കൊല്ലശ്ശേരി വീട്. ഓക്കെ, അത് പരാതിയുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ. അപ്പോൾ പരാതിയിൽ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർ ഞങ്ങളുടെ അമ്മ പി യശോദ എന്ന് പിള്ള അടൂർ താലൂക്കിലെ റേഷൻ കാർഡ് നമ്പർ എന്ന നമ്പർ റേഷൻ കാർഡിൻ്റെ ഉടമയായിരുന്നു. പിന്നെ അത് തീയതി കൊടുത്തിട്ടുണ്ട്. തീയതി അമ്മ മരണപ്പെട്ടു പോയിട്ടുള്ളതാണെന്ന് പഞ്ചായത്തിലെ 17-ാം വാർഡിലെ 363 നമ്പർ വീട്ടിലായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ താമസിച്ചിരുന്നത്. പിന്നീട് ജോലി സംബന്ധമായി ഞങ്ങൾ നാട് വിട്ടു പോവുകയും ഞങ്ങളുടെ സഹോദരിയും നാട്ടിലില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അമ്മ മരിക്കുമ്പോഴും ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്നതും ചിലപ്പോഴൊക്കെ മാത്രം നാട്ടിൽ വന്നു പോയിരുന്നതുമാണ്. അങ്ങനെ ഈ വീട്ടിൽ സ്ഥിരമായി ആരും താമസിച്ചിരുന്നില്ല. അമ്മയുടെ മരണശേഷം ഈ വീട് ഞങ്ങൾക്കും സഹോദരിക്കും കൂടി കുടപ്പവകാശപ്പെട്ട് കിട്ടിയിട്ടുള്ളതും അത് ഭാഗം ചെയ്യാതെ ഞങ്ങളുടെ കൈവശത്തിലും ഉടമസ്ഥയിലും അനുഭവത്തിലുമുള്ളതാണ്. ഇതാണ് എം എ ഷഹനാസ് ഷെയർ ചെയ്തിട്ടുള്ള കുഞ്ഞമ്മയ്ക്കെതിരെയായിട്ടുള്ള പുതിയ ആരോപണം. ശ്രീനാദേവി കുഞ്ഞമ്മ ആരെയൊക്കെയോ പറ്റിച്ചാണ് റേഷൻ കാർഡിനടുത്ത് പേര് ചേർത്തിയെന്നും ഈ പറഞ്ഞിട്ടുള്ള മെമ്പറായെന്നും വേറെ ജില്ലക്കാരിയായിട്ട് മറ്റൊരു ജില്ലയിൽ പോയി ആളുകളെ പറഞ്ഞു പറ്റിച്ചാണ് മെമ്പർ ആയെന്നൊക്കെയാണ് ഇവർ പറയുന്നത്.
അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വന്ന് എൻ്റെ കുരു ഇങ്ങനെ പൊട്ടി 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 ഇങ്ങനെ പൊട്ടും. ഇനി നിങ്ങൾ നോക്കിയാൽ ഉടനെ തന്നെ വലിയൊരു പൊട്ടൽ പൊട്ടും. അപ്പോൾ എന്തായാലും ഇനി ജനങ്ങൾ ഇതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങളെ കള്ളത്തരങ്ങളും നിങ്ങളെ ഉടായ്പകളും എല്ലാം പൊളിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം ശക്തനായിട്ട് തന്നെ തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങളിനി എന്തൊക്കെ കാണിച്ചിപ്പം പുതിയൊരു വീട് ഇപ്പം ഒരു പാവപ്പെട്ട കുടുംബത്തിന് കൈമാറിയല്ലോ. അപ്പോൾ അത് കണ്ടപ്പം തൊട്ട് തുടങ്ങിയതാണ് ഈ പറഞ്ഞിട്ടുള്ള ഷഹനാസിൻ്റെ ഒരു കുരുപൊട്ടൽ. ഇനി രാഹുൽ മാങ്കൂട്ടം എങ്ങാനും തിരിച്ചു വരുമോ, ഇനി പാർട്ടി എങ്ങാനും തിരിച്ചെടുക്കുമോ, വീണ്ടും ഈ പറഞ്ഞിട്ടുള്ള പാലക്കാടിൽ MLA ആയിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടം തുടരുമോ? രാഹുൽ ഇതുവരെ രാജിവെച്ചിട്ടില്ല. കാരണം പുള്ളി ചെയ്യാൻ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ രാജിവെക്കാതിരുന്നതാണ് കേട്ടോ. രാജിവെച്ചായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയേണ്ട. ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിൽ ഇത്രയും ഒരു ആരോപണം വന്നിട്ട് പോലും സ്വന്തം പാർട്ടി പറഞ്ഞോ രാജിവെക്കാൻ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയോ? ഇല്ല. എന്തുകൊണ്ട്? അപ്പം ഗണേഷ് കുമാർ ഈ പറഞ്ഞിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ എടുത്ത നിലപാടുകളെല്ലാം നമ്മൾ കണ്ടതാണ്, വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ്. അന്തസ്സുണ്ടെ രാജിവെച്ച് പുറത്തു പോകാൻ പറഞ്ഞ ഗണേഷ് കുമാർ ഈ ഒരു ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ എന്തുകൊണ്ട് രാജിവെച്ച് പുറത്തു പോകുന്നില്ല? അപ്പം അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം അന്ന് MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ചായിരുന്നെങ്കിൽ പുള്ളി എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരമായി പോനെ. അപ്പോൾ അത് രാജിവെക്കുന്നത് വരെ ഈ ഷഹനാസിനെ പോലെയുള്ള ഈ കൃമികൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ചൊറിഞ്ഞ് ഓരോ കുരുക്കളിൽ കൊണ്ട് ചാടിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. രാഹുൽ അതിലൊക്കെ ചെന്ന് ചാടാതിരിക്കുന്നത് കാരണം അത്രമാത്രം ഓരോ കാര്യങ്ങളും ചിന്തിച്ചും കണ്ടും മനസ്സിലാക്കിയുമാണ് പ്രവർത്തിക്കുന്നതെന്ന് അതിലൂടെ തന്നെ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. കേരളത്തിൽ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുണ്ട്, അതുപോലെ പാലക്കാടിലെ ജനങ്ങളുണ്ട്. നമ്മൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ. അപ്പം എന്തായാലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചു വരട്ടെ, ശക്തനായിട്ട് തന്നെ തിരിച്ചു വരട്ടെ. അപ്പം തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്, അതുപോലെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന പിന്തുണയ്ക്കുന്ന ആളുകൾ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം.